നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ നിലംപരിശാക്കി BJP ഭരണം പിടിക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ വർത്തമാനം. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി മറ്റുള്ള 152 മണ്ഡലത്തിലേക്കുള്ള അടുത്ത ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 29, അതായത് ഇന്ന് അവിടെ കലാശക്കൊട്ടാണ്. അത് കഴിഞ്ഞാൽ നാളെ മൗനപ്രചാരണം, മറ്റന്നാൾ വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ വലിയൊരു പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് അവിടെ കേന്ദ്രസേന അവിടെ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ പോളിംഗ് ശതമാനം കൂടുതലായിരുന്നു. ഇനി അടുത്തൊരു ഘട്ടം നടക്കുമ്പോൾ ഇതേ ഒരു സമാധാനം അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ BJPക്ക് ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളാണ്. കൃത്യമായിട്ട് എല്ലായിടത്തും നല്ല പ്രചാരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഈ രണ്ടാം ഘട്ടത്തിലെ മണ്ഡലങ്ങളിലാണ് മമതാ ബാനർജിയുടെ അടക്കം മണ്ഡലമായിട്ടുള്ള ഭവാനിപൂർ വരുന്നത്. അതായത് കൃത്യമായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല കുറേ സെൻസിറ്റീവായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഈ മണ്ഡലങ്ങളിൽ BJPക്ക് എത്രത്തോളം പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കും? അല്ല, ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അത് കഴിഞ്ഞ ഫേസിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് എതിർത്ത് തോൽപ്പിച്ചു എന്നുള്ളതാണ്, അത് പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ബംഗാളിലെ തിരഞ്ഞെടുപ്പ് എപ്പോഴും അക്രമാസക്തമാണ്. അത് ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടുള്ളതാണ്. ആദ്യത്തെ 1-2 മണിക്കൂറുകളിൽ പോളിംഗ് നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ദൂരക്കറിയാം, അവിടെയുള്ള ആൾക്കാരെ എല്ലാം പിരിച്ചുവിടും. അങ്ങനത്തെ ഒരു ചില അക്രമ സംഭവങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നതാണ്. മാത്രമല്ല, ഈ പോളിംഗ് ദിവസത്തിൽ അതിദാരുണമായ സംഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അക്രമങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുമായിരുന്നു. അത് വോട്ടെണ്ണൽ ദിവസങ്ങളിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ പിറ്റേ ദിവസം എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വർത്തമാന പത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കണക്ക്. പക്ഷേ ഇന്നത്തെ ഈ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞതിന് ശേഷം അത് ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ജനങ്ങൾക്ക് ഒരു പരിധിവരെ ആത്മവിശ്വാസമായി കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടക്കും. കേന്ദ്രസേനകളുണ്ട്. ഓരോ 140 വോട്ടർമാർക്കും ഒരു ആയുധധാരിയായ കേന്ദ്രസേന അവിടെ ഉണ്ട്. 2.5 ലക്ഷം കേന്ദ്രസേനകളാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ആ കേന്ദ്രസേന വിന്യാസത്തെ മമതാ ബാനർജി എതിർത്തിരുന്നു എന്ന് ഓർക്കണം. കേന്ദ്രസേനയെ വിന്യസിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയി എന്ന് ഓർക്കണം. ഹൈക്കോടതി അവരുടെ ഹർജി തള്ളി. അപ്പോൾ കേന്ദ്രസേനയുടെ ഡിപ്ലോയ്മെൻറ്റ് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ബംഗാളിലെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അവിടെ എന്താണ് നടക്കുന്നത്, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടക്കുന്നു, അതിന് തടയിടാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് കേന്ദ്രസേനാ വിന്യാസം. രണ്ടാമത്തേത് ഏതാണ്ട് 1,30,000-ഓളം CCTV ക്യാമറകളാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഫിറ്റ് ചെയ്തത്. അപ്പോൾ ആ CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കരാർ നൽകിയത് ദില്ലിയിലെ ഒരു കമ്പനിക്കാണ്. അതിനെയും അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു. കൽക്കത്തയിലെ ഒരു കമ്പനിയെ കൊണ്ട് ദില്ലിയിലെ ഈ കമ്പനിക്കെതിരെ കോടതിയിൽ പോയി. ആദ്യം കൽക്കത്തയിലെ ഒരു കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത്. അതായത് ദില്ലിയിലെ കോടതിക്ക് അത് കൊടുക്കാൻ പാടില്ല, ദില്ലിയിലെ കമ്പനിക്ക് അത് കൊടുക്കാൻ പാടില്ല, കൽക്കട്ടയിലെ കമ്പനിക്ക് തന്നെ അല്ലെങ്കിൽ ബംഗാളിലെ ഒരു കമ്പനിക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വിചിത്രമായ ഹർജി പോവുകയാണ്. ഈ ഹർജി അങ്ങ് സുപ്രീം കോടതി വരെ എത്തുന്നു. അപ്പോൾ മമതാ ബാനർജിക്ക് ഈ കമ്പനികളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് കോടതി തന്നെ കണ്ടെത്തുന്നു. അങ്ങനെ അവരുടെ ഹർജി തള്ളുന്നു. അങ്ങനെയാണ് ഈ 1,30,000-ഓളം ക്യാമറകൾ അവിടെ വന്നത്. മാത്രമല്ല, ഈ ബംഗാൾ രാഷ്ട്രീയം എപ്പോഴും ഈ ഭീഷണിപ്പെടുത്തലുകളുടെയും ഈ തലേ ദിവസമൊക്കെ മോട്ടോർ ബൈക്കിൽ ഈ ഗുണ്ടകൾ, അത് CPM ഭരിച്ചിരുന്നപ്പോൾ CPM ആയിരുന്നു, തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ്സാണ്. അപ്പോൾ അവർ ഗുണ്ടകൾ ഇങ്ങനെ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകും. ആയുധങ്ങളും പണവും മദ്യവും ഒക്കെ ആയിട്ട് ഇവർ വൻതോതിൽ മോട്ടോർ ബൈക്കുകളിൽ പോയി അവർ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും. അപ്പോൾ അത് ഒരു പരിധിവരെ ഭീഷണിപ്പെടുത്തുക, പണം കൊടുത്ത് സ്വാധീനിക്കുക, മദ്യം വിളമ്പുക, ഇതെല്ലാം ഇതിലാണ് നടക്കുന്നത്. അപ്പോൾ 72 മണിക്കൂറുകൾക്ക് മുമ്പ്, തെരഞ്ഞെടുപ്പിന് 72 മണിക്കൂറുകൾക്ക് മുമ്പ് ഈ 2 വീലറുകൾ നിരത്തിലിറക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടു. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2 വീലറുകൾ നിരോധിക്കുക. അതുപോലും അവിടെ ചെയ്യേണ്ടി വന്നു.
മാത്രമല്ല ഈ മദ്യത്തിൻ്റെ ഒഴുക്ക് അത് വലിയ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ബംഗാൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. സാധാരണഗതിയിൽ 24 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 48 മണിക്കൂർ മുമ്പ് മദ്യനിരോധനം വന്നേക്കാം. അത് രാഷ്ട്രീയ പാർട്ടികൾ കണക്ക് കൂട്ടുന്നുണ്ട്. അവർ അതിനു മുമ്പ് ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ട് ആണ്. അപ്പോൾ എന്നാൽ ഇത്തവണ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് എന്ന് വെച്ചാൽ 96 മണിക്കൂറിന് മുമ്പ്, അതായത് 4 ദിവസങ്ങൾക്ക് മുമ്പ് മദ്യം നിരോധിച്ചു. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നിന്ന, അത് തൃണമൂൽ കോൺഗ്രസ് വ്യാപകമായി ചെയ്യുന്നു എന്ന് മാത്രം, പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ ഫലങ്ങൾ ഇതിപ്പോൾ ഇതെല്ലാം മമതാ ബാനർജിക്കെതിരെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്ന് പലരും പറഞ്ഞേക്കാം. പക്ഷേ മമതാ ബാനർജിയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് വ്യാപകമായി ചെയ്യുന്നുണ്ടെങ്കിലും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ബാധകമാണല്ലോ. ഇപ്പോൾ 4 ദിവസം മുമ്പ് മദ്യം നിരോധിച്ചതുകൊണ്ട് ആർക്കും മദ്യം ഒഴുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. 2 വീലറുകൾ നിരോധിച്ചതുകൊണ്ട് അവിടെ ഈ ഗുണ്ടായിസമൊക്കെ ഒരു പരിധിവരെ നിന്നു. അതിനപ്പുറം മറ്റു ചില നിയന്ത്രണങ്ങൾ, ബൂത്തുകളിലും മറ്റുമൊക്കെ ആയുധധാരികളായ സംഘങ്ങൾ, എല്ലാ ഗ്രാമങ്ങളിലും കേന്ദ്ര സേനകളെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തൽ. അപ്പോൾ ഇത്തരം നടപടികൾ സത്യത്തിൽ കയ്യടി നേടിയിരിക്കുന്നത് ജ്ഞാനേഷ് കുമാറാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ ഇത്രയധികം 152 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു ബൂത്തിൽ പോലും 152 മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് ബൂത്തുകളുണ്ട്. ഈ ഒരു ബൂത്തിൽ പോലും റീപോളിംഗ് ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ പശ്ചിമ ബംഗാളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 1-2 മണ്ഡലങ്ങളിലോ നിരവധി ബൂത്തുകളിലോ ഒക്കെ റീപോളിംഗ് വരാറുണ്ട്. കാരണം അക്രമ സംഭവങ്ങൾ കാരണം പോളിംഗ് തടസ്സപ്പെട്ടു പോകും. ഈ പോളിംഗ് സാമഗ്രികളൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊന്നുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നുവെങ്കിൽ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയിരുന്നു ബംഗാളിൽ 2 ഘട്ടമായിട്ടാണോ, 5ഉം 6ഉം ഘട്ടമായിട്ട് വലിയ തയ്യാറെടുപ്പുകളോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നതാണ്. അപ്പോൾ വളരെ ലളിതമായി 2 ഘട്ടങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയധികം ധൈര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാണ്. പക്ഷെ അത് കൃത്യമായ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. 2 ഘട്ടമായിട്ട് നടക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ബൂത്തിൽ പോലും റീപോളിംഗ് ഇല്ലാതെ 1ാം ഘട്ടം പൂർത്തിയാകുന്നു. ഇനി 142 മണ്ഡലങ്ങൾ ശേഷിക്കുന്നുണ്ട്. അതും ഇതേ രീതിയിൽ തന്നെ നടക്കുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ വന്ന അതേ പോളിംഗ് ശതമാനം അത് 2ാം ഘട്ടവും വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്കറിയാം പ്രധാനമന്ത്രി അടക്കം ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വോട്ട് തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളെ കടം കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന ചരിത്രപ്രസിദ്ധമായ വാക്കുകൾ അത് കൊൽക്കത്തക്കാരൻ അല്ലെങ്കിൽ ബംഗാളുകാരനായ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു. അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല. 15 വർഷമായി അവിടെ വലിയ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. തെരഞ്ഞെടുപ്പ് നേരെ നടക്കുന്നില്ല, ഭരണം നേരെ നടക്കുന്നില്ല, വികസനവും കേന്ദ്ര പദ്ധതികളൊന്നും അവിടെ എത്തുന്നില്ല. അപ്പോൾ അതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഉയരണം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ, നമ്മുടെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നു. ആ ഡോക്ടറുടെ അമ്മ ഈ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ അടുത്ത 2ാം ഘട്ടത്തിലാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പ്രധാനമന്ത്രി അതടക്കം ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ പ്രചരണം BJP നടത്തുന്നുണ്ട്. എന്നാൽ BJPയുടെ ഈ പ്രചരണത്തിനോട് കവച്ചു വയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപ്രമാദിത്വം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ തൃണമൂൽ കോൺഗ്രസും പ്രവർത്തനം നടത്തുന്നുണ്ട്. അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട്. ഇപ്പോൾ ഈ SIR-നെ പോലെയുള്ള സംഭവങ്ങൾ, കേന്ദ്രസേന ഇറക്കിയിരിക്കുന്നത്, ഇതെല്ലാം മുസ്ലിങ്ങളെ ആക്രമിക്കാനാണ് എന്നാണ് മമതാ ബാനർജി പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ ചെറുതല്ലാത്ത ഒരു മുസ്ലിം ജനസംഖ്യയുണ്ട്. ആ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി ഏകീകരിക്കപ്പെടണം എന്ന അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മമതാ ബാനർജി വലിയ രീതിയിൽ തന്ത്രപരമായ പ്രചരണം നടത്തുന്നു. നടക്കാനുള്ള മണ്ഡലങ്ങളൊക്കെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാൻ കഴിയില്ല. എല്ലാ മണ്ഡലങ്ങളിലും മൊത്തത്തിൽ ഒരു മുസ്ലിം വോട്ട് ഉണ്ട്. അവിടെ അവർക്ക് തീരുമാനിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്, അല്ലാത്ത മണ്ഡലങ്ങളുമുണ്ട്. ഈ 2 മണ്ഡലങ്ങളും അങ്ങനെ ഒരു BJPക്ക് പൊതുവെ സ്വാധീനം കുറഞ്ഞ മണ്ഡലങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത്, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപൂർ പോലും ഇപ്പോൾ സേഫ് അല്ല എന്നുള്ളൊരു സ്ഥിതിയുണ്ട് അവിടെ.
അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ബംഗാൾ രാഷ്ട്രീയ മാറ്റം വന്നു കഴിഞ്ഞാൽ ജനങ്ങളത് മൂടോടുകൂടി പിഴുതെറിയും. നമുക്കറിയാമല്ലോ എങ്ങനെയാണ് CPM തകർന്നു പോയതെന്ന്. അപ്പോൾ അത് ബംഗാൾ ജനതയുടെ ഒരു പ്രത്യേകതയാണ്. അത് ഗ്രാജുവലി ഘട്ടം ഘട്ടമായൊന്നും അല്ല അവിടെ മാറ്റം വരുന്നത്. അവിടെ ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞാൽ അവർ തൂക്കിയെടുത്ത് കടലിലെറിയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം BJPയുടെ ശക്തി കേന്ദ്രം എന്നൊന്നും പറയാൻ കഴിയില്ല. BJPക്ക് 77 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കപ്പനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മണ്ഡലങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ഒരു രീതിയാണ് BJP ഇത്തവണ പിന്തുടർന്നിരിക്കുന്നത്. ഒരു കാരണവശാലും BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരരുത് എന്ന് മമതാ ബാനർജി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനും അതുപോലെ തന്നെ CPIM-നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും കിട്ടിയില്ല. അവർ 0-ആണ്. അത് 0-ലേക്ക് എത്താനൊരു കാരണമുണ്ട്. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണെങ്കിലും CPM-ഉം തൃണമൂൽ കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസും അതുപോലെ തന്നെയാണ്. കോൺഗ്രസും മമതാ ബാനർജി വിമർശിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇവരുടെ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നതായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരം ഏകീകരണം ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം, അടിയൊഴുക്കുകൾ, ഇതെല്ലാം ചർച്ചാ വിഷയമാണ്. മമത എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായി ഒരു സൈലൻ്റ് പ്രചരണമാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് കാര്യങ്ങൾ. പക്ഷേ ഈ പ്രചരണം മുന്നേറും തോറും നമ്മൾ ഈ ഒപ്പീനിയൻ പോൾസ് നോക്കിയാൽ അറിയാം. ആദ്യം വന്ന ഒപ്പീനിയൻ പോൾസ് എല്ലാം ക്ലിയർ മെജോറിറ്റി TMCക്ക് പ്രവചിച്ചിരിക്കുകയാണ്. 200-ലധികം സീറ്റുകൾ, കഴിഞ്ഞ തവണത്തെ പോലെ 200-230 സീറ്റുകൾ പ്രവചിച്ച അഭിപ്രായ സർവേകളുണ്ട്. പക്ഷേ ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കപ്പെടുന്നു, ദേശീയ നേതാക്കൾ എത്തുന്നു, എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നു. അതിനൊക്കെ ശേഷം വന്ന തെരഞ്ഞെടുപ്പ് ഒപ്പീനിയൻ പോളുകളിൽ BJP പതിയെ കയറി വരുന്നതും 2-3 ഒപ്പീനിയൻ പോളുകളിൽ BJP അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ വനിതാ സംവരണ ബില്ല് വരുന്നത് ഇതിനിടയിലാണല്ലോ. ബംഗാളിലെ തെരഞ്ഞെടുപ്പ്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് ഇടയ്ക്കാണ് ഈ വനിതാ സംവരണ ബില്ല് വരുന്നത്. വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടത് വലിയ രീതിയിൽ BJP പ്രചരണ ആയുധമാക്കിയിരുന്നു. അപ്പോൾ അത് ഒക്കെ മാപ്പ് ചോദിക്കുന്ന ഒരു അതെ അദ്ദേഹം മാപ്പ് ചോദിച്ചുവെങ്കിലും അദ്ദേഹം വളരെ കൃത്യമായി പ്രതിപക്ഷത്തിനെതിരെ അമ്പയുകയാണ് ചെയ്തത്. പ്രതിപക്ഷത്തിനോടൊപ്പം നിന്നത്, തോളോട് തോൾ ചേർന്ന് നിന്നത് ഈ മമതാ ബാനർജിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതുമാത്രമല്ല വലിയ രീതിയിലുള്ള വോട്ടർ ടേൺ അറൗണ്ട് ഈ സ്ത്രീകൾക്കിടയിലുണ്ടായി. വലിയ രീതിയിൽ യുവാക്കളും സ്ത്രീകളും പുറത്തു വന്ന് വോട്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ആണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനമാണ് BJPയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു ആഭ്യന്തരമന്ത്രി അദ്ദേഹം പറഞ്ഞത് തല കീഴായി കെട്ടി തൂക്കുമെന്ന് തന്നെയാണ്, ഗുണ്ടകൾ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു BJP സ്ഥാനാർത്ഥി ഒരു മേഖലകളിലൂടെ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ ചുറ്റും കൂടി തല്ലുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്കുള്ള മാധ്യമങ്ങളിൽ വരുമ്പോൾ അത് പ്രവർത്തകർ മർദ്ദിച്ചു അല്ലെങ്കിൽ ജനക്കൂട്ടം മർദ്ദിച്ചു എന്നുള്ള രീതിയിലാണ് ഹെഡ്ലൈൻ ഒക്കെ വരുന്നത്. അതായത് അവിടെ ചുമ ഗുണ്ടകൾ തന്നെയാണ്. കാരണം ഈ പാർട്ടി ഗ്രാമങ്ങൾ പോലെയുള്ള ഒരു കോൺസെപ്റ്റാണ്. അവിടേക്ക് വ്യത്യസ്ത രാഷ്ട്രീയവുമായി ചെന്നാൽ ഇതുപോലെയുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അത് സ്വന്തം രാഷ്ട്രീയത്തിന് വേണ്ടി അവർ സഹിക്കുന്ന ത്യാഗങ്ങളാണ്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആ ഒരു അവിടുത്തെ ഒരു ഇത് അറിയാത്തത് കൊണ്ടാകാം അവരിങ്ങനെ പറയുന്നത്, ജനക്കൂട്ടം മർദ്ദിച്ചു എന്നൊക്കെ. പക്ഷെ അതിലപ്പുറം അതിനുശേഷമുണ്ടായ കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ ശ്രദ്ധിച്ച് കാണണം. പിന്നീട് കേന്ദ്രസേന ഒരു ദാക്ഷിണ്യവും വരുത്തിയിട്ടില്ല ഇത്തരം ആളുകൾക്ക് നേരെ, അടിച്ചൊതുക്കുകയായിരുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം അമിത്ഷാ തന്നെ നേരിട്ട് ബംഗാൾ പോലീസിനെ മാറി നിൽക്കണമെന്ന് പറയുന്ന സാഹചര്യം. അതായത് അദ്ദേഹത്തിൻ്റെ റാലി നടക്കുന്നു, മുൻനിരയിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകന്മാരോട് മിണ്ടാതിരിക്കാൻ ബംഗാൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ്. അതും അമിത്ഷായുടെ തൊട്ടുമുന്നിൽ. അമിത്ഷാ പ്രസംഗം നിർത്തി ആ പോലീസിനെ അവിടെ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സേനയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സേനയെ ഉപയോഗിച്ച് പോലീസുകാരനെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷമാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഒരു ഉരസൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇത് ചെറിയൊരു മത്സരമല്ല, വലിയൊരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. രണ്ട് രാഷ്ട്രീയ രീതികൾ തമ്മിൽ. അതുപോലെ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ഭവാനിപൂരിൽ വെച്ചിട്ട് അവിടെ പ്രചാരണം നടത്തുമ്പോൾ സുവേന്ദു അധികാരിയുടെ റാലികൾ ആ വഴി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം മമതാ ബാനർജി അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
100 മീറ്റർ അപ്പുറം ഈ റാലി എത്തിയപ്പോൾ എനിക്ക് സംസാരം നിർത്തി, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ വേദിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. പിന്നാലെ തന്നെ TMCന്റെ പ്രവർത്തകരെത്തി അവിടെ ഒരു ഏറ്റുമുട്ടൽ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ ബഹളത്തിൽ അത് കലാശിച്ചില്ല. ഈ പറഞ്ഞതുപോലെ കേന്ദ്രസേനയുടെ ഒരു വിന്യാസം അവിടെ ഉള്ളത് കൊണ്ടും വലിയ രീതിയിലൊരു ഇത് നടന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എനിക്ക് തോന്നുന്നു കേന്ദ്രസേന ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ വലിയ അപകടത്തിൽ കലാശിച്ചേനെ. ഒരു 4-5 പേരുടെ മരണത്തിലൊക്കെ അതൊരു പക്ഷേ കലാശിക്കാൻ വലിയ സംഘർഷത്തിലേക്ക് അത് പോയേനെ. കാരണം സുവേന്ദു അധികാരി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ ഒരു സഹപ്രവർത്തകനായിരുന്നു. അപ്പം അവിടെ നിന്നാണ് അദ്ദേഹം BJPയിലേക്ക് വരുന്നത്. അപ്പം അത് ചെറുതായിട്ടല്ല ഈ TMCയെ അലോസരപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ BJPയുടെ വളർച്ച ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. അപ്പോൾ TMC ഇവരെ ഇദ്ദേഹത്തെ തടയാനാണ് ശ്രമിച്ചത്. പ്രവർത്തകരെ ഉപയോഗിച്ച് ഇദ്ദേഹവും കൃത്യമായ മറുപടി പറയുന്നുണ്ട്. മൈക്കിലൂടെ അദ്ദേഹവും അവരെ തെറിവിളിക്കുന്നുണ്ട്. തെറിവിളിക്കുന്നത് അങ്ങനെയല്ല, ആ രീതിയിൽ അവരെ ശകാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സംഘർഷത്തിലേക്ക് പോയില്ല. പക്ഷേ അത്രമാത്രം ഹൈ പവർ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറാതിരിക്കാനുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേന്ദ്രസേനകൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അവിടെ തുടരാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടെണ്ണലിന് ശേഷം ഉണ്ടാകുന്ന കലാപം, ആ കലാപം എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കലാപം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഈ തവണയും ഉണ്ടാകും. പക്ഷേ ആ കലാപം ഈ പറയുന്ന കൂടുതൽ വ്യാപിക്കാതെ, അത് ആൾനാശത്തിലേക്ക് പോകാതെ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അവസാനിപ്പിക്കുക എന്ന ദൗത്യം കൂടി ഈ കേന്ദ്രസേനയ്ക്കുണ്ട്, ഫലം എന്തായാലും. അപ്പോൾ എന്ത് ഫലം പിന്നീട് ഉണ്ടായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റോള് അത് വളരെയധികം, രണ്ടാം ഘട്ടവും ആദ്യ ഘട്ടം പോലെ തന്നെ അവസാനിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യടി വാങ്ങുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും നമ്മൾ ഈ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ ഏതായാലും ഇനി മറ്റന്നാൾ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ അന്നത്തെ ദിവസം കടന്നു പോകും. ഉയർന്ന ശതമാനം ഒരു പോളിംഗ് തന്നെ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് മെയ് 4-ന് റിസൾട്ട് വരുമ്പോഴും ഈ വെസ്റ്റ് ബംഗാളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ട് ആഭ്യന്തര മന്ത്രാലയം അതിനെയൊക്കെ തന്നെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് അവിടെ നടത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും ദീദിയുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുമോ, BJP അവിടെ ഭരണം പിടിക്കുമോ എന്നുള്ളത് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.